മഴക്കാലം വരാൻ വേണ്ടി പോവുകയാണ്. മഴക്കാലം മുന്നൊരുക്കങ്ങൾ നടത്തണം, അതിന് ശുചീകരണങ്ങൾ നടക്കണം, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. ഇതിനൊക്കെ ഒരു മന്ത്രി ഇല്ലെങ്കിൽ ഇത് ആര് ചെയ്യും? അത് മാത്രമല്ല, സ്കൂൾ തുറക്കാൻ പോകുന്നു, കുട്ടികളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സമീപിക്കേണ്ടതുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇതിനൊന്നും മന്ത്രി ഇല്ലെങ്കിൽ ഇതിന് ഔദ്യോഗിക തീരുമാനങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഇവരുടെ തർക്കമോ തമ്മിലടിയോ അത് ഏതെങ്കിലും വഴിക്ക് പൊക്കോട്ടെ, പക്ഷേ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നാട്ടിലെ മനുഷ്യർ കൂടിയാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് മഴക്കാലപൂർവ്വ ശുചീകരണം, ഒന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നു. ഈ രണ്ട് വിഷയങ്ങളിലും തന്നെയാണ് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്. കാരണം നമ്മൾ ഇതുവരെയായി കണ്ടിരുന്നത് എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് ഒരു 2 ആഴ്ച മുൻപെങ്കിലും സ്കൂളുകളുടെ കൃത്യമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ എവിടെയുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂളുകൾ ശുചിയാക്കുന്ന നടപടി, അത് ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി കൃത്യമായ രീതിയിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് പൂർത്തിയാക്കിയിരിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കും കടക്കാൻ സാധിച്ചിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം എവിടെയും എത്തിയിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ എവിടെയും ആ രീതിയിലുള്ള നടപടികളിലേക്ക് പോലും കടന്നിട്ടില്ല. സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ നമ്മൾ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ പുതിയ അധ്യയന വർഷം സംസ്ഥാനത്ത് ആരംഭിക്കാനിരിക്കെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഇത് ഇന്നെങ്കിലും അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. വരും ഷീജ, ഇനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഫിഷറീസ് വകുപ്പും. ഫിഷറീസ് വകുപ്പ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒന്ന്, മഴക്കാലം എത്തുന്നു, മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമാത്രമല്ല ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ വരുമ്പോൾ അവർ കടലിൽ പോകുന്നത് വലിയ തടസ്സങ്ങൾ അവർക്ക് നേരിടാറുണ്ട്. അപ്പോൾ അതിൽ സർക്കാർ ഇടപെട്ട് അവർക്ക് വേണ്ട ആശ്വാസം നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ ചെയ്യും? ഇവിടെ ഈ ഫിഷറീസ് വകുപ്പിലെ തർക്കം എന്താണ്? ലത്തീൻ സഭയുടെ കടുംപിടുത്തമാണോ ആ വകുപ്പിൽ ലീഗ് കോൺഗ്രസ് ധാരണയ്ക്ക് തടസ്സമാകുന്നത്? അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഒരു മതസംഘടന ഒരു സർക്കാർ രൂപീകരണത്തിൽ ആ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ പോലും ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ കേരളത്തിൽ അതിനെ എങ്ങനെ നമ്മൾ സമീപിക്കേണ്ടി വരും, എങ്ങനെ അതിനോട് എന്താ പറയുക, എങ്ങനെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നൊരു പ്രശ്നമുണ്ട്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലീഗും കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസം ഫിഷറീസ് വകുപ്പുകളെ ചൊല്ലിയിട്ടുള്ള തർക്കം തന്നെയാണ് മനു. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ അതിൽ ഉടക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ആദ്യ ദിവസം മന്ത്രിമാരെ തീരുമാനിച്ച ദിവസം എന്ന് പറയുന്നത്, അതായത് ഈ മന്ത്രിമാരുടെ ഫൈനലൈസേഷൻ നടന്ന ദിവസം, സത്യപ്രതിജ്ഞയ്ക്ക് തലേ ദിവസം, അന്ന് ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോണിന് നൽകാനായിരുന്നു തീരുമാനം. പൊതുവിദ്യാഭ്യാസം ലീഗിന് നൽകുന്നതായിരിക്കും. ഷംസുദ്ദീൻ ലീഗിന് വേണ്ടി പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം കണ്ടത് ലീഗ് ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ ഞങ്ങളിൽ നിന്ന് എടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, അത് ഫിഷറീസ് വകുപ്പ് ഞങ്ങൾക്ക് തരണം എന്നതാണ് ലീഗിന്റെ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ ഫിഷറീസ് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലത്തീൻ സഭ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ പറയുന്നത് ഞങ്ങളെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കണം ഈ വകുപ്പ്, അത്തരത്തിൽ ഒരാൾക്കായിരിക്കണം വകുപ്പ് നൽകേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വകുപ്പ് നൽകണം എന്ന് പറയുമ്പോൾ അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന പേര് ഷിബു ബേബി ജോണിൻ്റെയാണ്. ഞങ്ങളെ കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ തൊഴിൽ മേഖലയെക്കുറിച്ചും ഞങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഷിബു ബേബി ജോണാണ്. അപ്പോൾ ഷിബു ബേബി ജോണിന് വകുപ്പ് നൽകണം എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആ വകുപ്പ് കോൺഗ്രസ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിനി ഏത് രീതിയിലൊരു തീരുമാനം വരും? കാരണം ലത്തീൻ സഭ സ്വാഭാവികമായും ഇടഞ്ഞു നിന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ബിഷപ്പ് ഹൗസിലെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണെങ്കിൽ ഇത് ഏത് രീതിയിൽ ലത്തീൻ സഭയുടെ പറയുന്നതിനനുസരിച്ച് ഒരു തീരുമാനം ആയിരിക്കുമോ കോൺഗ്രസ് സ്വീകരിക്കുക, അതോ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന വികാരത്തിനനുസരിച്ചായിരിക്കുമോ ഒരു തീരുമാനമെടുക്കുക? ഇതിൽ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെയായി കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിലൊരു തീരുമാനം അത് അടിയന്തരമായി ഇന്ന് എടുത്തേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം.
ഷിജ, അതീവ ഗൗരവത്തോടെ നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഓർത്ത് നോക്കൂ, ഇപ്പോൾ ലത്തീൻ സഭ പറയുന്നു അവരെ അറിയുന്ന, അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി വരണമെന്ന്. ഇപ്പോൾ ലത്തീൻ സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണോ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത്? ഇപ്പോൾ നാളെ ധീവര സമുദായത്തിൽപ്പെട്ടവർ വന്ന് പറയുകയാണ് ഞങ്ങളെ അറിയുന്നവർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി വരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് ചെയ്യും? ഇനി മറ്റന്നാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കടലിൽ പോകുന്നില്ലേ, അവർ വന്ന് പറയുകയാണ് ഞങ്ങളെ അറിയുന്നവർ കടൽ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാകണം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ത് ചെയ്യും? നമ്മളെ 10 വർഷം ഒന്ന് പുറകോട്ട് നോക്കൂ ഷീജ. ഏതെങ്കിലും ഒരു മത സാമുദായിക സംഘടനകൾ ഈ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് വന്നിരുന്നോ? എല്ലാവരും മനുഷ്യരെ കുറിച്ചായിരുന്നു സംസാരം മുഴുവൻ, മതങ്ങളെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ആയിരുന്നില്ല. ആ ഒരു വ്യത്യാസം തുടക്കത്തിൽ അധികാരമേറ്റ് 2 ദിവസത്തിനുള്ളിൽ കേരളം നേരിട്ട് അനുഭവിച്ചറിയുകയാണ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഷീജ? തീർച്ചയായും മനു, കഴിഞ്ഞ 10 വർഷത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഭരണ തലത്തിലുള്ള മാറ്റങ്ങൾ, ഭരണത്തിൻ്റെ അവരുടെ ആ കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾ, അതെല്ലാം നമുക്ക് മുന്നിലേക്ക് വരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് സത്യപ്രതിജ്ഞ ചടങ്ങ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ച വന്ദേമാതരം ഗാനം ഉൾപ്പെടെ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏത് രീതിയിലാണ് കാഴ്ചപ്പാടുകൾ മാറിയിട്ടുള്ളത്, ഒരു 2 സർക്കാരുകളുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, അതിലെ മാറ്റം എന്താണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ പ്രകടമാണ്. ഏതായാലും അത് വകുപ്പ് വിഭജനത്തെ അടക്കം സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗുരുതര സാഹചര്യം നിലനിൽക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ എങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ മതസാമുദായിക സംഘടനകളെ തൃപ്തിപ്പെടുത്തി വകുപ്പ് വിഭജനം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ വകുപ്പ് വിഭജനത്തിൽ മാത്രമായി ഒതുങ്ങില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഭരണത്തെ അടക്കം അത് സ്വാധീനിക്കുന്ന തലത്തിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ഒരു വലിയ ആശങ്കയും വെല്ലുവിളിയും എന്ന് പറയുന്നത്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇനി നമ്മൾ കാണുന്നില്ല. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഏതായാലും അവരുടെ നിലപാടും ആ രീതിയിൽ തന്നെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ നടപടികളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു ഘട്ടം തന്നെയാണ്.